ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാണ് അനഘ, നിതിൻ. അപ്പോൾ ഇവർ നമ്മുടെ വീട്ടിൽ വീക്കെൻഡായിട്ട് വന്നതാണ് കേട്ടോ. ഇതാണ് അവരുടെ കുട്ടി നൈല. അങ്ങനെ അവർ വന്നിട്ട് കുറച്ച് നേരം നമ്മളിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് നമ്മൾ കഴിക്കാൻ വന്ന റെസ്റ്റോറൻറ്റ്, ഫിഷിറ്റേറിയം റെസ്റ്റോറൻറ്റ്. പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ട് കേട്ടോ നമ്മളോട് ഫുഡ് കഴിക്കാൻ. ഇത് മുർഷിദ, ഇത് ഫവാസ്. അപ്പം ഇവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഇവരും താമസിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലെയും പോലെ നോർമൽ സീറ്റിങ്ങും ഉണ്ട്, ഇതുപോലെ മജ്ലിസും ഉണ്ട്. അപ്പം നമുക്കിത് കൺവീനിയൻ്റ് ആയതുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്തത്. അങ്ങനെ ഫുഡിന് മുമ്പുള്ള സാലഡും സൂപ്പും ഒക്കെ വന്നു. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഇവിടുത്തെ ഫിഷിറ്റേറിയം സ്പെഷ്യൽ ഒരു പ്ലേറ്ററാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അതിനകത്ത് ചിക്കനും കുറേ ഫിഷും അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു പ്ലേറ്ററാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതും വന്നു. പിന്നെ ഇതിൻ്റെ കൂടെയുള്ള റൈസ് നമുക്ക് തികയുന്നില്ലെങ്കിൽ ഇവർ നമുക്ക് എക്സ്ട്രാ റൈസ് പ്രൊവൈഡ് ചെയ്യും നമ്മൾ ചോദിക്കുവാണെങ്കിൽ. ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു നന്നു. ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കറക്റ്റ് എണീറ്റു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മൊയ്ത്തൂസ് ഓർഡർ ചെയ്തായിരുന്നു. ഒരു ഗ്രീൻ കളറും ബ്ലൂ കളറും ഒക്കെ. ബ്ലൂ കളർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതെല്ലാവരും കുടിച്ചു നല്ലതായിരുന്നു. പക്ഷേ ഈ ഗ്രീൻ കളർ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഒരു മൗത്ത് വാഷിൻ്റെ ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഫവാസും മുർഷിദയും അവരവരുടെ വീട്ടിലേക്ക് പോയി. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് അവരുടെ വീട്. പിന്നെ അനഘയും നിതിനും നമ്മുടെ കൂടെ ആയിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ. ഇന്നലെ രാത്രിയിൽ നിതിനും അനഘയും നമ്മുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വെറുതെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ റിലാക്സ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ ദേപ്പൂട്ട് റെസ്റ്റോറൻറ്റിലോട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ കൂടെ ഫവാസും മുർഷിദയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർ വന്നിട്ടില്ല ഇതുവരെ. അപ്പം നമ്മളെന്തായാലും നല്ല തിരക്കായതുകൊണ്ട് സീറ്റ് പോകണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ അകത്തേക്ക് കയറിയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടോ. പുറത്താണെങ്കിൽ നല്ല വെയിലാണ്. ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നല്ല വെയിലാണ്. ദുബായിൽ നല്ല പാൽപ്പായസം കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് കേട്ടോ, സിൻഡ ഫ്രഷ്. അപ്പം നമ്മളിവിടെ വന്ന് ചിലപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് മിക്കവാറും നമ്മൾ ഈ പായസം വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. അപ്പം നമ്മൾ ആ ഷോപ്പിൽ പോയിട്ട് നമ്മൾ പായസം വാങ്ങിച്ച് അവിടെ തന്നെ ഐസ്ക്രീമും ഉണ്ട്. ഐസ്ക്രീമിനൊക്കെ നല്ല ടേസ്റ്റാണ് അത്. അപ്പം നമ്മളതും വാങ്ങിച്ച് തിരിച്ച് നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല ഉറക്കത്തിൻ്റെ ഒരു മൂഡിലായിരുന്നു. പക്ഷേ ഇവർക്ക് ഉറക്കവും ഇല്ല, ഒരു ക്ഷീണവും ഇല്ല. ഇവരിങ്ങനെ മണിക്കൂറുകളോളം അത് കഴിഞ്ഞ് ഭയങ്കര എനർജിയിൽ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു.
പിന്നെ ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് നിലത്ത് മിക്കവാറും കാണും. കാരണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരുണ്ട് കളിക്കുകയും ബാക്കിലേക്ക് വീഴുകയൊക്കെ ചെയ്യുമ്പോൾ തലയൊന്നും ഇടിക്കാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് മിക്കവാറും ഇവിടെ വിരിച്ചിട്ടേക്കും. അങ്ങനെ വൈകുന്നേരമായി. ഇന്ന് ഇവർ തിരിച്ച് വീട്ടിൽ പോകട്ടെ. ഇവർ താമസിക്കുന്ന അബുദാബിയിലാണ്. അപ്പം ഇന്ന് അവർ തിരിച്ച് വീട്ടിൽ പോവുക. അപ്പം അതിനു മുമ്പ് നമ്മൾ ഫവാസ് മുർഷിദ് നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ താമസിക്കുന്നത്. അപ്പം അവരുടെ വീട്ടിലും കൂടെ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം അങ്ങനെ നമ്മൾ ഫവാസിൻ്റെ വീട്ടിലെത്തി. മുർഷിദ നമുക്ക് വേണ്ടിയിട്ട് ചായയൊക്കെ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല കേട്ടോ. ഇവർ ന്യൂലി മാരീഡ് കപ്പിളാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് എവിടെ ചെന്നാലും ഇവരിങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ വെറുതെ പോസ്റ്റായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ കുറേ നേരം ഇരുന്നു. അങ്ങനെ നമ്മൾ അവരോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നിതിനും അനഘയും തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ അവരുടെ കാറ് കിടക്കുന്നിടത്ത് നമ്മൾ പോയി ഡ്രോപ്പ് ചെയ്തു. ഡയറക്റ്റ് കൊടുത്തോ? ബൈ. നമുക്കിനി നെക്സ്റ്റ് വീക്ക് ഇവിടെ ഇതൊക്കെ ചെയ്താ ഇതിപ്പോ ചെയ്താ അല്ല, ഇത് നമ്മൾ അതിന്റെ അപ്പുറത്താ പോയത്. അവിടെ ഓക്കെ ടാറ്റാ. അതില് പോകുന്നില്ല. ടാറ്റാ. അങ്ങനെ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പോയി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വീക്കെൻഡ് വിശേഷങ്ങൾ. അപ്പം ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ താമസിക്കുന്നതൊന്നുമല്ലേ. നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ വരും. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ വീക്കെൻഡ് സാറ്റർഡേ സൺഡേയും പോകുന്നത് അറിയില്ല. അതുപോലെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകും. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വീക്കെൻഡ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഓക്കെ, ബൈ.